നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു ജ്യോതിഷ പ്രവചനത്തെക്കുറിച്ചല്ല, വരാനിരിക്കുന്ന ഏപ്രിൽ 17-ലെ അമാവാസി നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു ടേണിംഗ് പോയിന്റായി മാറാൻ പോകുന്നു. എന്നോട് ചോദിക്കാറുണ്ട്, എല്ലാം ശരിയാകും എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ എന്റെ ജീവിതം മാത്രം എന്താണ് മാറാതെ പോകുന്നത്? അതിനുള്ള കൃത്യമായ ഉത്തരം ഈ അമാവാസിയിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അനുഭവിക്കുന്ന ഉറക്കമില്ലായ്മയോ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമോ കാരണങ്ങളാത്ത പേടിയോ ഇതെല്ലാം മാറ്റത്തിന് മുന്നോടിയാകുന്ന സൂചനകളാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ രാശിക്ക് വരാനിരിക്കുന്ന 30 ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നും ഞാൻ പറയാം. ഭാഗ്യം നിങ്ങളെ തേടി വരാൻ നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ കോസ്മിക് റീസെറ്റ് ഞാൻ പങ്കുവയ്ക്കും. ഒരൊറ്റ ഭാഗം പോലും വിട്ടുപോകരുത്, കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം ഇവിടെ നിന്നാണ് തുടങ്ങാവുന്നത്. പക്ഷേ ഒരു മുന്നറിയിപ്പുണ്ട്, ചൊവ്വയുടെ സ്വാധീനം വളരെ കൂടുതലായതിനാൽ എടുത്തുചാട്ടം നിങ്ങളുടെ പതനത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ എടുക്കേണ്ട 3 മുൻകരുതലുകൾ ഞാൻ ആദ്യം പറയാം. അത് കേട്ട ശേഷം നമുക്ക് ഓരോ രാശിയിലേക്കും കടക്കാം. ആദ്യത്തെ കാര്യം പണമിടപാടുകളാണ്. ചൊവ്വ നമ്മളെ പ്രകോപിപ്പിക്കും, വേഗം ഇൻവെസ്റ്റ് ചെയ്യൂ, ലാഭം കിട്ടും എന്ന് മനസ്സ് പറയും. പക്ഷേ ഈ അമാവാസി സമയത്ത് ആരെങ്കിലും വന്ന് പറയുന്ന പെട്ടെന്ന് പണം ഇരട്ടിയാക്കാം എന്ന വാഗ്ദാനങ്ങളിൽ വീഴരുത്. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിലോ ലോട്ടറിയിലോ വലിയ തുക ഈ സമയം ഇറക്കരുത്. നിങ്ങളുടെ ബുദ്ധി പറയുന്നതിനേക്കാൾ വേഗത്തിൽ വികാരം പ്രവർത്തിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ ഏപ്രിൽ അവസാനം വരെ ഒന്ന് മാറ്റിവെക്കുക. രണ്ടാമത്തേത് നിങ്ങളുടെ സംസാരമാണ്. ചൊവ്വ അഗ്നിയാണ്. ആ അഗ്നി നിങ്ങളുടെ വാക്കുകളിൽ വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലോ ജോലിസ്ഥലത്തോ ചെറിയൊരു തർക്കം ഉണ്ടായാൽ പോലും അത് വലിയൊരു വഴക്കിലേക്ക് മാറാൻ സെക്കൻഡുകൾ മതി. നിങ്ങൾ പറയുന്ന ഒരു വാക്ക് മതി വർഷങ്ങളായുള്ള ഒരു ബന്ധം തകരാൻ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ദേഷ്യം വരുമ്പോൾ 10 വരെ എണ്ണുക, അല്ലെങ്കിൽ ആ സ്ഥലത്തുനിന്ന് മാറി നിൽക്കുക. മൗനം വിദ്വാൻ ഭൂഷണം എന്ന് പറയുന്നത് ഈ അമാവാസി കാലത്ത് ഏറ്റവും പ്രസക്തമാണ്. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ആരോഗ്യവും സുരക്ഷയുമാണ്. അമിതമായ ആത്മവിശ്വാസം കാരണം വാഹനങ്ങൾ വേഗത്തിൽ ഓടിക്കാനോ സാഹസിക കൃത്യങ്ങൾ ചെയ്യാനോ മുതിരരുത്. ചൊവ്വ രക്തത്തെയും തലയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ചെറിയ പരിക്കുകൾക്കോ രക്തസമ്മർദ്ദം കൂടാനോ സാധ്യതയുണ്ട്. യാത്രകളിൽ അതീവ ജാഗ്രത പാലിക്കുക. ശരീരത്തിന് അമിതമായ ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുകയും മനസ്സിനെ തണുപ്പിക്കുകയും ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഈ അമാവാസി കാലം നിങ്ങൾക്ക് സുരക്ഷിതമായി കടന്നുപോകാം. ഇനി നമുക്ക് ഓരോ രാശിക്കാർക്കും ഈ മാറ്റം എങ്ങനെയാണ് ഗുണകരമാകുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിയിൽ നിന്ന് തന്നെ തുടങ്ങാം. മേടം, നിങ്ങളുടെ സ്വന്തം രാശിയിൽ നടക്കുന്ന ഈ മാറ്റം നിങ്ങൾക്ക് വലിയ ഊർജ്ജം നൽകും. പുതിയ വസ്ത്രങ്ങൾ, പദവികൾ എന്നിവ തേടിവരും. പക്ഷേ അനാവശ്യ ധൃതി ഒഴിവാക്കുക. പരിഹാരം: സുബ്രഹ്മണ്യസ്വാമിക്ക് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കുക. സുബ്രഹ്മണ്യൻ അച്ചടക്കമുള്ള വീര്യത്തിന്റെ പ്രതീകമാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യത്തെ ക്രിയാത്മകമായ ഊർജ്ജമാക്കി മാറ്റും. ഇടവം, ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. സാമ്പത്തികമായി ഒരു ഓഡിറ്റ് ആവശ്യമാണ്. പരിഹാരം: വെളുത്ത വസ്തുക്കൾ, അരി, പാൽ ദാനം ചെയ്യുക. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. ദാനം ചെയ്യുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എനിക്ക് ഒന്നിനും കുറവില്ല എന്ന അവസ്ഥയിലേക്ക് മാറും. ഇതാണ് സമ്പത്തിനെ ആകർഷിക്കുന്നത്. മിഥുനം, ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും. സുഹൃത്തുക്കളിൽ നിന്ന് വലിയ സഹായം ലഭിക്കും. പരിഹാരം: തുളസി ചെടിക്ക് തടത്തിൽ വെള്ളമൊഴിക്കുക. വിഷ്ണു സഹസ്രനാമം കേൾക്കുക. മിഥുനത്തിന്റെ അധിപൻ ബുധനാണ്. തുളസി നിങ്ങളുടെ ചിന്തകളിലെ ആശയക്കുഴപ്പം മാറ്റി വിവേകം നൽകുന്നു. കർക്കടകം, ജോലിസ്ഥലത്ത് വലിയ മാറ്റങ്ങൾ. സ്ഥാനക്കയറ്റത്തിന് സാധ്യത. പക്ഷേ അമ്മയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പരിഹാരം: ശിവക്ഷേത്രത്തിൽ ജലാഭിഷേകം നടത്തുക. ചന്ദ്രൻ നിങ്ങളുടെ അധിപനാണ്. അമാവാസിയിൽ മനസ്സ് തളരാതിരിക്കാൻ ചന്ദ്രനെ ശിരസിലേറ്റിയ ശിവനെ ആരാധിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ചിങ്ങം, ഭാഗ്യം തേടിവരും. ദീർഘദൂര യാത്രകൾക്ക് യോഗമുണ്ട്. പിതാവിൽ നിന്ന് സഹായം ലഭിക്കും. പരിഹാരം: ആദിത്യഹൃദയം ജപിക്കുക. സൂര്യൻ മേടത്തിൽ ഉച്ചസ്ഥനാകാൻ പോകുന്ന സമയമാണിത്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ഭരണക്ഷമതയെയും വർദ്ധിപ്പിക്കും. കന്നി, തടസ്സങ്ങൾ നേരിട്ടേക്കാം. പണമിടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുക.
പരിഹാരം: ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക. കറുക പ്രപഞ്ചത്തിലെ തടസ്സങ്ങളെ ഗ്രൗണ്ട് ചെയ്യാൻ സഹായിക്കുന്നു. വിഘ്നങ്ങൾ മാറാൻ ഇത് ഉത്തമമാണ്. തുലാം. പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടും. പുതിയ ബിസിനസ് തുടങ്ങാൻ അനുകൂല സമയം. പരിഹാരം: ദേവീക്ഷേത്ര ദർശനം നടത്തുക. മധുരപലഹാരങ്ങൾ ദാനം ചെയ്യുക. ജീവിതത്തിലെ ബാലൻസ് നിലനിർത്താൻ സ്നേഹസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം ഈ സമയത്ത് അത്യാവശ്യമാണ്. വൃശ്ചികം. ശത്രുക്കളെ പരാജയപ്പെടുത്തും. പഴയ കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും. പരിഹാരം: ഹനുമാൻ ചാലീസ ജപിക്കുക. ഹനുമാൻ ഭക്തി നിങ്ങളുടെ ഉള്ളിലെ അജ്ഞാതമായ ഭയങ്ങളെയും ശത്രുദോഷങ്ങളെയും ഇല്ലാതാക്കി വലിയ ആത്മബലം നൽകും. ധനു. ബുദ്ധിപരമായ തീരുമാനങ്ങൾ വിജയത്തിലെത്തും. കുട്ടികളിലൂടെ സന്തോഷം ലഭിക്കും. പരിഹാരം: മഞ്ഞൾപ്പൊടി കലർത്തിയ വെള്ളത്തിൽ കുളിക്കുക. മഞ്ഞൾ വ്യാഴത്തിന്റെ ഊർജ്ജത്തെ വഹിക്കുന്നു. ഇത് നിങ്ങളുടെ ഓറയെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. മകരം. വീട്, വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വഴികൾ തുറക്കും. പരിഹാരം: ശാസ്താവിന് എള്ളുതിരി കത്തിക്കുക. മീനം. സമ്പാദ്യം വർദ്ധിക്കും. സംസാരത്തിൽ മിതത്വം പാലിക്കുക. പരിഹാരം: വിഷ്ണു സഹസ്രനാമം കേൾക്കുക. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക. ജ്ഞാനം പകർന്നു നൽകുന്നത് മീനം രാശിക്കാർക്ക് ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്ന കർമ്മമാണ്. കുംഭം. ധൈര്യം വർദ്ധിക്കും. പുതിയ ബിസിനസ് ആശയങ്ങൾ ഫലപ്രദമാകും. പരിഹാരം: പക്ഷികൾക്കോ ഉറുമ്പുകൾക്കോ ഭക്ഷണം നൽകുക. മിണ്ടാപ്രാണികളെ സേവിക്കുന്നത് കുംഭം രാശിക്കാരുടെ കർമ്മഫലങ്ങൾ ലഘൂകരിക്കാൻ ഏറ്റവും മികച്ച വഴിയാണ്. മീനം. സമ്പാദ്യം വർദ്ധിക്കും. സംസാരത്തിൽ മിതത്വം പാലിക്കുക. പരിഹാരം: വിഷ്ണു സഹസ്രനാമം കേൾക്കുക. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക. ജ്ഞാനം പകർന്നു നൽകുന്നത് മീനം രാശിക്കാർക്ക് ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്ന കർമ്മമാണ്. നമ്മൾ ഇപ്പോൾ 12 രാശികളെക്കുറിച്ചും സംസാരിച്ചു കഴിഞ്ഞു. ഓർക്കുക, ജ്യോതിഷം ഒരു വഴികാട്ടിയാണ്. പക്ഷേ ആ വഴിയിലൂടെ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ അമാവാസി ദിവസം ഞാൻ പറഞ്ഞ ലളിതമായ കാര്യങ്ങൾ ചെയ്തു നോക്കൂ. അത് വെറുമൊരു വഴിപാടല്ല, നിങ്ങളുടെ മനസ്സിനെ ഭാഗ്യത്തിനായി തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയാണ്. നിങ്ങളുടെ രാശി ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഓരോ കമന്റിനും വ്യക്തിപരമായ മറുപടികൾ നൽകാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.